ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഫേസ്ബുക്കും വാട്സപ്പും പോലെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനാണ് യൂട്യൂബ്. യൂട്യൂബിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ ട്രെൻഡിംഗ് ആയിട്ടുള്ള ന്യൂസുകൾ യൂട്യൂബിൽ ലഭിക്കും. ഇപ്പോൾ ആളുകൾ യൂട്യൂബിലെ വീഡിയോകൾ കാണാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ യൂട്യൂബ് ആപ്ലിക്കേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില ടിപ്സുകളാണ്. അതിനായിട്ട് ഞാൻ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയ ഇത് ഒഫീഷ്യലായിട്ടുള്ള യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ. ഓരോ പുതിയ അപ്ഡേറ്റിലും യൂട്യൂബ് പുതിയ കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് നോക്കാം. ട്രെൻഡിങ്ങിൽ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോകൾ, ഏറ്റവും വൈറലായ വീഡിയോകൾ നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ബ്രൗസ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിത് ചേഞ്ച് ചെയ്ത് മറ്റേതെങ്കിലും രാജ്യത്തെ പോപ്പുലർ വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ, ട്രെൻഡിങ് വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ജനറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കണ്ടന്റ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യം സെലക്ട് ചെയ്യുക. ഏത് രാജ്യത്തെ ട്രെൻഡിങ് വീഡിയോകളാണ് നിങ്ങൾക്ക് കാണേണ്ടത് അത് നിങ്ങൾ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ന്യൂസിലാൻഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം ബാക്ക് ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും ട്രെൻഡിങ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, ഈ വീഡിയോകളൊക്കെ ഇവിടെ ഒന്ന് ചേഞ്ച് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. മറ്റ് രാജ്യങ്ങളിലെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോയിൽ നമുക്ക് ഇതേപോലെ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ കാണാൻ സാധിക്കും. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ സാധാരണ വീഡിയോകൾ കാണുന്ന പോലെ തന്നെ കുട്ടികളും യൂട്യൂബിൽ വീഡിയോകൾ കാണുന്നുണ്ട്. കുട്ടികൾക്കും യൂട്യൂബ് വീഡിയോകൾ കാണാൻ വളരെ താല്പര്യമാണ്. അപ്പോൾ യൂട്യൂബ് കുട്ടികൾക്ക് വേണ്ടി ഒരു യൂട്യൂബ് ആപ്ലിക്കേഷൻ വരെ ലോഞ്ച് ചെയ്തിരുന്നു. എന്നാൽ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന യൂട്യൂബ് ആപ്ലിക്കേഷനിൽ ഒരുപാട് വീഡിയോകൾ ഉണ്ട്, കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത വീഡിയോകൾ. എന്നാൽ നമ്മൾ ഈ മൊബൈൽ അവരുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അവർ ആ വീഡിയോസും കാണും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ നമുക്ക് എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധിക്കും? അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. ജനറൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെസ്ട്രിക്റ്റഡ് മോഡ്. ഈ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്യുന്നതിലൂടെ കൊള്ളാത്ത വീഡിയോകൾ, കുട്ടികൾക്കൊന്നും കാണാൻ പാടില്ലാത്ത തരത്തിലുള്ള വീഡിയോകളൊന്നും നിങ്ങൾക്ക് യൂട്യൂബിൽ വരത്തില്ല. അപ്പോൾ നിങ്ങളിത് എനേബിൾ ചെയ്തിടുക. പോയിന്റ് നമ്പർ 3, കമ്പ്യൂട്ടറിൽ യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അടുത്ത വീഡിയോ കാണാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രീനിൽ തന്നെ ലഭിക്കും. അതിന് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഓട്ടോ പ്ലേ ബട്ടൺ ലഭിക്കും. എന്നാൽ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഈ ഓപ്ഷൻ എവിടെ നിന്നാണ് എനേബിൾ ചെയ്യുന്നതെന്ന് പലർക്കും അറിയത്തില്ല. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. വീണ്ടും ജനറൽ ഓപ്പൺ ആക്കുക. ഇവിടെ നിങ്ങൾക്ക് ഓട്ടോ പ്ലേ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുന്നതിലൂടെ ഒരു വീഡിയോയ്ക്ക് ശേഷം അടുത്ത വീഡിയോ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത വീഡിയോ ഏതാണോ അത് ഓപ്പൺ ആവും. പോയിന്റ് നമ്പർ 4, നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതുകൂടാതെ ആ വീഡിയോയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഞാനിവിടെ ഒന്നും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. പ്ലേ ചെയ്തതിന് ശേഷം ഞാനിവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ 3-4 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ക്വാളിറ്റി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, ക്യാപ്ഷൻ, വ്യൂ ഇൻ കാർഡ്ബോർഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ലഭിക്കും. എന്നാൽ വീഡിയോയുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ സാധിക്കത്തില്ല. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സിൽ ജനറൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ആക്കുക. ഇവിടെ ഏറ്റവും താഴെയായി എനേബിൾ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്യുക. അതിനുശേഷം ബാക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും ഞാൻ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ 4-മതായിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീഡിയോയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നോക്കുക, ഓഡിയോ ഫോർമാറ്റ് ഏതാണ്, വീഡിയോ ഫോർമാറ്റ് ഏതാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യാനായിട്ട് വീഡിയോയുടെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലൊരു ഇൻറ്റു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആകുന്നതാണ്. പോയിന്റ് നമ്പർ 5, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ അതിന് താഴെയായിട്ട് 4-മത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും, സേവ് എന്ന് പറയുന്ന ബട്ടൺ. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ക്വാളിറ്റിയിൽ വീഡിയോകൾ സേവ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇന്റർനെറ്റ് ഇല്ലാത്ത സമയത്തും നിങ്ങൾക്ക് ഈ വീഡിയോകൾ കാണാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഫോർമാറ്റ് സെലക്ട് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ കൂടുതൽ ഫോർമാറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വീഡിയോ ക്വാളിറ്റി സെലക്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ആസ്ക് ഈച്ച് ടൈം എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾ സേവ് ചെയ്യുന്ന വീഡിയോകൾ SD കാർഡിലേക്ക് സേവ് ചെയ്യണോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ സേവ് ചെയ്യുന്ന വീഡിയോകളൊന്നും നിങ്ങളുടെ ഫോൺ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. ഈ വീഡിയോകളൊന്നും ഡൗൺലോഡ് ആകുകയല്ല, ഈ വീഡിയോകളൊക്കെ സേവ് ആകുകയാണ്. അതിനുശേഷം ഇന്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ഈ വീഡിയോകൾ കാണാൻ സാധിക്കും. പോയിന്റ് നമ്പർ 6, നിങ്ങളുടെ വീട്ടിൽ സ്മാർട്ട് TV ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
യൂട്യൂബ് ആപ്ലിക്കേഷന്റെ സഹായത്തോടെ യൂട്യൂബ് വീഡിയോകൾ സ്മാർട്ട് ടി വിയിൽ കാണാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾക്ക് വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ വാച്ച് ഓൺ ടി വി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് യൂട്യൂബ് ആപ്ലിക്കേഷന്റെ ത്രൂ സ്മാർട്ട് ടി വിയുമായി കണക്ട് ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, സെയിം വൈഫൈയിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ സ്മാർട്ട് ടി വിയുമായി കണക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പോയിന്റ് നമ്പർ 7, നമ്മൾ യൂട്യൂബിൽ ഓരോ ദിവസവും ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട്. നമ്മൾ യൂട്യൂബിൽ വീഡിയോകൾ കണ്ടതിന് ശേഷം നമ്മൾ കാണുന്ന വീഡിയോകളുടെ ഹിസ്റ്ററി, അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ഈ ഹോം സ്ക്രീനിൽ വന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കാണുന്ന വീഡിയോകളുടെ ഹിസ്റ്ററി നമുക്ക് ഡിലീറ്റ് ചെയ്യണം, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ സെറ്റിംഗ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഹിസ്റ്ററി ആൻഡ് പ്രൈവസി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ യൂട്യൂബിൽ വാച്ച് ചെയ്ത വീഡിയോകളുടെ ഹിസ്റ്ററി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ യൂട്യൂബിൽ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾ ഏതൊക്കെ വീഡിയോകൾ സെർച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സെർച്ച് ഹിസ്റ്ററി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷമുള്ള ഓപ്ഷൻ നോക്കുക, പോസ് വാച്ച് ഹിസ്റ്ററി, അതിനുശേഷം പോസ് സെർച്ച് ഹിസ്റ്ററി. നിങ്ങൾ ഇത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളുടെ ഒന്നും ഹിസ്റ്ററി സേവ് ആകത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഫോൺ മറ്റാരെങ്കിലും കൂടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റാരെങ്കിലും കാണുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പോയിന്റ് നമ്പർ 8, ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. നമ്മൾ യൂട്യൂബിൽ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ മുമ്പോട്ടോ പിൻപോട്ടോ നമുക്ക് നീക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ 10 സെക്കൻഡ് വീതം നമ്മൾ എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് 10 സെക്കൻഡ് 20 സെക്കൻഡ് വീഡിയോ മുമ്പോട്ട് പോകും. അതിനോടൊപ്പം തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ പിറകോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയതെന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. ഒരുപാട് പേര് ഇപ്പോൾ യൂട്യൂബ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്, യൂട്യൂബ് വീഡിയോകൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ മറ്റുള്ളവരിൽ എത്തിച്ചെങ്കിൽ മാത്രമേ അവർക്കും യൂട്യൂബ് ആപ്ലിക്കേഷനിലുള്ള ഇങ്ങനെയുള്ള ചില ഹിഡനായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.